Hello friends, welcome to my English classroom. In this class, we are going to discuss about the poem Home written by വാസൻ ഷായർ. ഇംഗ്ലീഷ് കവയത്രിയായിട്ടുള്ള വാസൻ ഷായറിൻ്റെ പ്രശസ്തമായ ഹോം എന്ന കവിതയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വളരെ വിശദമായി പഠിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്, നമ്മുടെ നാട് നാം ഓരോരുത്തർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ആ വീടും നാടും വിട്ട് ഓടിപ്പോകുന്നതിനെക്കുറിച്ച്, അങ്ങനെ പോകേണ്ടി വരുന്നൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഓടിപ്പോകേണ്ടി വന്ന അഭയാർത്ഥികളുടെ സങ്കടങ്ങളെയാണ് ഹോം എന്ന കവിതയിലൂടെ വാസൻ ഷായർ വരച്ച് കാണിക്കുന്നത്. ഈ കവിതയുടെ ഓരോ വരികളും നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. കവിതയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ എഴുത്തുകാരിയെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. വാസൻ ഷായർ. വാസൻ ഷായർ ഇസ് എ പോയറ്റ്, ആക്ടിവിസ്റ്റ്, എഡിറ്റർ ആൻഡ് ടീച്ചർ. ഒരേ സമയം ഒരു കവയത്രിയായും ഒരു സാമൂഹിക പ്രവർത്തകയായും എഡിറ്ററായും അധ്യാപികയായും വാസൻ ഷായർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷി വാസ് ബോൺ ഓൺ 1 August 1988 ടു സൊമാലി പാരൻസ് ഇൻ കെനിയ. 1988 ഓഗസ്റ്റ് 1 കെനിയയിൽ സൊമാലിയൻ കുടുംബത്തിലാണ് വാസൻ ഷായർ ജനിക്കുന്നത്. വെൻ ഷി വാസ് 1 year old, ഹർ ഫാമിലി മൈഗ്രേറ്റഡ് ടു ദ യുണൈറ്റഡ് കിങ്ഡം. ഇവർക്ക് 1 വയസ്സായ സമയത്ത് ഇവരുടെ കുടുംബം യുണൈറ്റഡ് കിങ്ഡം, നമ്മുടെ ഇന്നത്തെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർക്കുന്നു. In 2011, she published her first collection of poem, Teaching My Mother How to Give Birth. 2011 ഇവരുടെ ആദ്യ കവിതാ സമാഹാരമായ ടീച്ചിങ് മൈ മദർ ഹൗ ടു ഗീവ് ബർത്ത് പുറത്തിറങ്ങുന്നത്. ഷീ ഹാസ് ആൾസോ പബ്ലിഷ്ഡ് ഹർ ബ്ലൂ ബോഡി 2015 ആൻഡ് അവർ മെൻ ഡു നോട്ട് ബിലോങ് ടു അസ് 2015. അതുപോലെ 2015 ഹർ ബ്ലൂ ബോഡി എന്ന പുസ്തകവും അവർ മെൻ ഡു നോട്ട് ബിലോങ് ടു അസ് എന്ന 2015 പുസ്തകവും ഇവരുടെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങളാണ്. ഈ കാലത്തിനിടയിൽ വിവിധ മാഗസിനുകൾക്ക് വേണ്ടിയും കവിതാ സമാഹാരങ്ങളിലും ഇവർ ഇവരുടെ കവിതകൾ രചിച്ചിട്ടുണ്ട്. അറ്റ് ദ ഏജ് ഓഫ് 24, ഷി വാസ് നെയ്മഡ് ദ ഫസ്റ്റ് യങ് ലോറേറ്റ് ഫോർ ഇംഗ്ലണ്ട്. 24-ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിലെ ആദ്യ യുവ ആസ്ഥാന കവിയായി വാസൻ ഷായർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നമുക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഹോം എന്ന കവിതയെക്കുറിച്ച് നോക്കാം. ദ പോയം ഹോം is a revised version of the prose poem Conversations About a Home at a Deportation Center from the collection Teaching My Mother How to Give Birth 2011. നമ്മൾ പഠിക്കാൻ പോകുന്ന ഹോം എന്ന കവിത ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വ്യത്യസ്തമായൊരു രീതിയിലാണ്. 2011 ഇറങ്ങിയ ടീച്ചിങ് മൈ മദർ ഹൗ ടു ഗീവ് ബർത്ത് എന്ന കവിതാ സമാഹാരത്തിലെ ഒരു പ്രോസ് പോയമായിരുന്നു ഇത്. കോൺവെർസേഷൻസ് എബൌട്ട് എ ഹോം അറ്റ് എ ഡിപ്പോർട്ടേഷൻ സെൻറ്റർ എന്നായിരുന്നു ആ കവിതയുടെ പേര്. അതൊരു പ്രോസ് പോയമായിരുന്നു, ഒരു ഗദ്യകാവ്യമായിരുന്നു. ആ ഗദ്യകാവ്യത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഹോം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത. The poem Home attracted much readership in January 2016 following the refugee crisis in Europe. 2016 ജനുവരിയിൽ യൂറോപ്പിലുണ്ടായ അഭയാർത്ഥി പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹോം എന്ന ഈ കവിത വായിക്കാനിടയായത്. The opening lines of the poem, "No one leaves home unless home is the mouth of a shark," were used in protest demonstrations demanding asylum for refugees. അഭയാർത്ഥികൾക്ക് അഭയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഈ കവിതയിലെ ആദ്യ വരികൾ. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. ആരും വീട് വിട്ടിറങ്ങാറില്ല. അൺലെസ് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. വീട് തന്നെ ഒരു സ്രാവിൻ്റെ വായാവാതെ. The poem talks about the harsh reality which forces many people to leave their homeland. സ്വന്തം നാടും വീടും വിട്ട് ഓടിപ്പോവേണ്ടി വരുന്ന അഭയാർത്ഥികളുടെ കഠിനമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്. The homeland is so unlivable that people are forced to migrate to other land. സ്വന്തം
നാടും വീടും അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരിടമായി മാറിയിരിക്കുന്നു. ആ നാടും വീടും വിട്ട് കുടിയേറേണ്ടി വന്ന കുറേ സാധാരണക്കാരുടെ സങ്കടങ്ങളെയാണ് ഹോം എന്ന കവിതയിലൂടെ വാർസൺ ഷായർ അതിശക്തമായി പ്രതിപാദിക്കുന്നത്. നമുക്കിനി ഈ കവിതയിലെ വരികളിലൂടെ ഒന്ന് പോയി നോക്കാം. ഹോം, വീട്. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. വളരെ വലിയ പ്രതിധ്വനിയായ ഒരു പ്രക്ഷോഭത്തിൻ്റെ വരികളായിട്ട് വന്ന് ലോകം ശ്രദ്ധിച്ച വരികൾ. ഇങ്ങനെയാണ് ഈ കവിത തന്നെ പിന്നീട് ലോകത്തിൻ്റെ മുൻപിലേക്ക് എത്തുന്നത്. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. ആരും വീട് വിട്ടിറങ്ങാറില്ല. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. വീട് തന്നെ ഒരു സ്രാവിൻ്റെ വായയാവാതെ ആരും വീട് വിട്ടിറങ്ങാറില്ല. യു ഓൺലി റൺ ഫോർ ദ ബോർഡർ വെൻ യു സീ ദ വോൾ സിറ്റി റണ്ണിങ് ആസ് വെൽ. യു ഓൺലി റൺ ഫോർ ദ ബോർഡർ. നിങ്ങളും അതിർത്തി തിരഞ്ഞ് ഓടും. വെൻ യു സീ ദ വോൾ സിറ്റി റണ്ണിങ് ആസ് വെൽ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാട് മുഴുവൻ ഓടുന്നത് കാണുമ്പോൾ നിങ്ങളും അതിർത്തിക്ക് നേരെ ഓടും. ആദ്യ വരികളിലൂടെ തന്നെ സ്വന്തം വീടും നാടും വിട്ട് ഓടുന്ന അഭയാർത്ഥികളുടെ ചിത്രമാണ്. യുവർ നൈബേഴ്സ് റണ്ണിങ് ഫാസ്റ്റർ ദാൻ യു, ബ്രെത്ത് ബ്ലഡി ഇൻ ദെയർ ത്രോട്ട്സ്. നിങ്ങൾ മാത്രമല്ല ഓടുന്നത്, നിങ്ങളുടെ അയൽവാസിയും നിങ്ങളെക്കാൾ വേഗത്തിൽ ഓടുന്നുണ്ട്. ബ്രെത്ത് ബ്ലഡി ഇൻ ദെയർ ത്രോട്ട്സ്. എങ്ങനെയാണ് ഓടുന്നത്? വലിയ കിതപ്പോടെയാണ്. ബ്രെത്ത് ബ്ലഡി ഇൻ ദെയർ ത്രോട്ട്സ്. അവരുടെ കഴുത്തിൽ വലിയ കിതപ്പുണ്ട്. കിതച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ എല്ലാവരുമുണ്ട്. The boy you went to school with, who kissed you dizzy behind the old tin factory, is holding a gun bigger than his body. നിങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് വന്നിരുന്ന ആ പയ്യൻ, who kissed you dizzy behind the old tin factory, ആ ടിൻ ഫാക്ടറിക്ക് പിറകിൽ വെച്ച് നിങ്ങളെ മയക്കുന്ന രീതിയിൽ ചുംബിച്ച ആ പയ്യൻ, ഈസ് ഹോൾഡിങ് എ ഗൺ ബിഗർ ദാൻ ഹിസ് ബോഡി, തൻ്റെ ശരീരത്തിനേക്കാൾ വലിയൊരു തോക്കുമേന്തി നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. യു ഓൺലി ലീവ് ഹോം വെൻ ഹോം വോണ്ട് ലെറ്റ് യു സ്റ്റേ. യു ഓൺലി ലീവ് ഹോം. നിങ്ങൾ എപ്പോൾ മാത്രമേ വീട് വിട്ട് ഇറങ്ങുള്ളൂ? വെൻ ഹോം വോണ്ട് ലെറ്റ് യു സ്റ്റേ. വീട് നിങ്ങളെ താമസിക്കാൻ അനുവദിക്കാത്തിടത്തോളം കാലം. വീട് നിങ്ങളെ താമസിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ യു ഓൺലി ലീവ് ഹോം. നിങ്ങൾ വീട് വിട്ട് ഇറങ്ങും. വീട് തന്നെ സമ്മതിക്കുന്നില്ല നിങ്ങളെ താമസിക്കാൻ. അപ്പോൾ നിങ്ങളും വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. നോ വൺ ലീവ്സ് ഹോം അൺലെസ് ഹോം ചേസസ് യു. നമ്മുടെ വീട് തന്നെ നമ്മളെ പിന്തുടരുന്നത് വരെ നമ്മൾ ആരും വീട് വിട്ടിറങ്ങില്ല. ഫയർ അണ്ടർ ഫീറ്റ്. എങ്ങനെയാണ് ഓടുന്നത്? കാലിനടിയിൽ തീയുമായി. ഹോട്ട് ബ്ലഡ് ഇൻ യുവർ ബെല്ലി. വയറ്റിൽ ചുടുരക്തവുമായി. ഇറ്റ്സ് നോട്ട് സംതിങ് യു എവർ തോട്ട് ഓഫ് ഡൂയിങ്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമല്ല ഈ ഓട്ടം. അണ്ടിൽ ദ ബ്ലേഡ് ബേൺഡ് ത്രെഡ്സ് ഇൻ ടു യുവർ നെക്ക്. ആ വലിയ മൂർച്ചയുള്ള ബ്ലേഡ് നിങ്ങളുടെ കഴുത്ത് കീറുന്നത് വരെ നിങ്ങൾ ഓടും. ആൻഡ് ഈവൻ ദെൻ യു ക്യാരീഡ് ദ ആന്തം അണ്ടർ യുവർ ബ്രെത്ത്. അതുവരെ നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ രാജ്യം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ സംഗീതം നിങ്ങളുടെ ശ്വാസത്തിലുണ്ടാവും. ഓൺലി ടിയറിങ് അപ്പ് യുവർ പാസ്പോർട്ട് ഇൻ എൻ എയർപോർട്ട് ടോയ്ലറ്റ്സ്. നിങ്ങൾ നിങ്ങളുടെ എയർപോർട്ടിലെ ടോയ്ലറ്റിൽ വെച്ച് നിങ്ങളുടെ പാസ്പോർട്ട് കീറും. സോബിങ് ആസ് ഈച്ച് മൗത്ത് ഫുൾ ഓഫ് പേപ്പർ. തേങ്ങി കരഞ്ഞുകൊണ്ട് ഓരോ പേജും നിങ്ങൾ വിഴുങ്ങിക്കളയും. മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് യു വോണ്ട് ബി ഗോയിങ് ബാക്ക്. അതോടുകൂടി നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല. എൻ്റെ നാട് എനിക്ക് ജീവിക്കാൻ കൊള്ളുന്ന ഒരു സ്ഥലമായി ഇനി മാറുകയില്ല എന്ന ദുരന്ത യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കും. You have to understand that no one puts their children in a boat unless the water is safer than the land. അഭയാർത്ഥികളെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് യു എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് നോ വൺ പുട്ട്സ് ദെയർ ചിൽഡ്രൻ ഇൻ എ ബോട്ട്. ആരും സ്വന്തം മക്കളെ ഒരു തോണിയിലേറ്റി, ഒരു ബോട്ടിലേറ്റി വിടില്ല. അൺലെസ് വാട്ടർ ഈസ് സേഫർ ദാൻ ദ ലാൻഡ്. ഭൂമിയേക്കാൾ സുരക്ഷിതം വെള്ളമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് സ്വന്തം മക്കളെ ഓരോരുത്തരും ബോട്ടിലേറ്റുന്നത്. നോ വൺ ബേൺസ് ദെയർ പാംസ് അണ്ടർ ട്രെയിൻസ് ബിനീത്ത് കാരേജസ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളും ഇഷ്ടപ്പെട്ടുകൊണ്ട് ട്രെയിനിനടിയിൽ കടന്ന് തൻ്റെ കൈ പൊള്ളിക്കില്ല. നോ വൺ സ്പെൻഡ്സ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് എ ട്രക്ക് ഫീഡിങ് ഓൺ ന്യൂസ് പേപ്പർ അൺലെസ് ദ മൈൽസ് ട്രാവൽഡ് മീൻസ് സംതിങ് മോർ ദാൻ ജേണി. ഒരാളും ട്രക്കിൽ വെറും പേപ്പറും ഭക്ഷിച്ചുകൊണ്ട് കുറേ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് കൃത്യമായിട്ട് പറയുന്നത്.
അല്ലേ? ആരും സ്വന്തം മക്കളെ ബോട്ടിൽ കയറ്റി വിടില്ല. അപ്പോൾ അതവർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഭൂമിയേക്കാൾ സുരക്ഷിതം വെള്ളമാണെന്ന ചിന്തയിലാണ്. നാട് കടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്. നോ വൺ ബേൺസ് ദെയർ പാംസ്. ആരും സ്വന്തം കൈകൾ പൊള്ളിക്കാറില്ല. അണ്ടർ ട്രെയിൻസ്, ട്രെയിനിനിടയിൽ പറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട്. ബിനീത്ത് കാരേജസിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് താഴെ കള്ളവണ്ടി കയറുന്നത് കൈയും പൊള്ളിക്കാൻ ആർക്കും ഇഷ്ടമല്ല. നോ വൺ സ്പെൻസ് ഡേയ്സ്. ആരും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാറില്ല, ദിവസങ്ങളും രാത്രികളും. ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് ട്രക്കിൽ കഴിച്ചു കൂട്ടാറില്ല. ഫീഡിങ് ഓൺ ന്യൂസ് പേപ്പർ. വെറും ന്യൂസ് പേപ്പറും ഭക്ഷിച്ചുകൊണ്ട് ആ വയറുമായി യാത്ര ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. അൺലെസ് ദ മൈൽസ് ട്രാവൽഡ് മീൻസ് സംതിങ് മോർ ദാൻ ജേണി. ഒരു യാത്ര മാത്രമല്ല, അവർക്കത് ജീവിതം തന്നെയാണ്. നോ വൺ ക്രോൾസ് അണ്ടർ ഫെൻസസ്. നോ വൺ വാണ്ട്സ് ടു ബി ബീറ്റൻ, പിറ്റീഡ്. നോ വൺ ക്രോൾസ് അണ്ടർ ദ ഫെൻസസ്. ആർക്കും വേലിക്കെട്ടുകൾക്കിടയിലൂടെ കടന്ന് മറ്റൊരു സ്ഥലത്തെത്താൻ ആഗ്രഹിക്കുന്നില്ല. നോ വൺ വാണ്ട്സ് ടു ബി ബീറ്റൻ. അടിയേൽക്കാൻ, അടി കിട്ടാൻ ആർക്കും ആഗ്രഹമില്ല. പിറ്റീഡ്. വളരെ പുച്ഛത്തോടെ മറ്റുള്ളവർ നോക്കിക്കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനും ഈ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നിട്ടും ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഞങ്ങളുടെ ദുരന്ത അവസ്ഥ കൊണ്ടാണ്. നോ വൺ ചൂസസ് റെഫ്യൂജി ക്യാമ്പ്സ്. അഭയാർത്ഥി ക്യാമ്പുകൾ ആരും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. ഓർ സ്ട്രിപ്പ് സെർച്ചസ് വേർ യുവർ ബോഡി ഈസ് ലെഫ്റ്റ് ഏക്കിംഗ് ഓർ പ്രിസൺ. അഭയാർത്ഥി ക്യാമ്പുകൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വസ്ത്രമൂരിയുള്ള തെരച്ചിലുകളും ഞങ്ങളുടെ ശരീരം വേദനിപ്പിക്കുന്നതാണ്. എന്നിട്ടും ഞങ്ങളിവിടെ വരുന്നതാണ്. ഓർ പ്രിസൺ, തടവറയാണെങ്കിലും ഞങ്ങൾ സഹിക്കുന്നതാണ്. ബിക്കോസ് പ്രിസൺ ഈസ് സേഫർ ദാൻ എ സിറ്റി ഓഫ് ഫയർ. കത്തുന്ന ഞങ്ങളുടെ നാടിനേക്കാൾ ഞങ്ങൾക്ക് സുരക്ഷിതമായി തോന്നുന്നത് ഇവിടെയായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അല്ലാതെ ഈ അഭയാർത്ഥി ക്യാമ്പുകളും ഈ പറയുന്ന വസ്ത്രമൂരിയുള്ള തിരച്ചിലുകളും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നത് കൊണ്ടല്ല. ആൻഡ് വൺ പ്രിസൺ ഗാർഡ് ഇൻ ദ നൈറ്റ് ഈസ് ബെറ്റർ ദാൻ എ ട്രക്ക് ലോഡ് ഓഫ് മെൻ ഹൂ ലുക്ക് ലൈക്ക് യുവർ ഫാദർ. ഒരു പ്രിസൺ ഗാർഡ് തന്നെയാണ് നല്ലത്. ഒരു ട്രക്ക് നിറയെ സ്വന്തം അച്ഛനെ പോലെ തോന്നിക്കുന്ന ആളുകൾ രാത്രിയിൽ നമ്മളോട് ഇടപഴകുന്നതിനേക്കാളും എത്രയോ നല്ലത് ഒരു കാവൽക്കാരന്മാണ്. നോ വൺ കുഡ് ടേക്ക് ഇറ്റ്, നോ വൺ കുഡ് സ്റ്റൊമക്ക് ഇറ്റ്, നോ വൺ സ്കിൻ വുഡ് ബി ടഫ് ഇനഫ്. ആർക്കും ഇത് സഹിക്കാനാവില്ല. ഇങ്ങനെ ദുരിതമേറിയ വലിയ വലിയ യാത്രകൾ ആർക്കും സഹിക്കാൻ കഴിയില്ല. നോ വൺ കുഡ് ടേക്ക് ഇറ്റ്, അതാർക്കും കഴിയില്ല. നോ വൺ കുഡ് സ്റ്റൊമക്ക് ഇറ്റ്, ആർക്കും ആ വിശപ്പ് താങ്ങാനാവില്ല. നോ വൺ സ്കിൻ വുഡ് ബി ടഫ് ഇനഫ്, ഒരു തൊലിയും അതിന് പകുത്തതല്ല. നിങ്ങൾ ഞങ്ങളുടെ തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ ഞങ്ങളെ വേർതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു തൊലിക്കും ഇതൊന്നും സഹിക്കാൻ കഴിയുന്നതല്ല. ദ ഗോ ഹോം ബ്ലാക്സ്, റെഫ്യൂജീസ്, ഡേർട്ടി ഇമിഗ്രൻസ്. അഭയാർത്ഥികളെ തള്ളിപ്പറയുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വിളിക്കുന്നു. ഗോ ഹോം ബ്ലാക്സ്, കറുത്തവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ. റെഫ്യൂജീസ്, അഭയാർത്ഥികൾ. ഡേർട്ടി ഇമിഗ്രൻസ്, ദുഷിച്ച കുടിയേറ്റക്കാരെ. അസൈലം സീക്കേഴ്സ്, അഭയം തേടി വരുന്നവരെ. സക്കിംഗ് അവർ കൺട്രി ഡ്രൈ, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനെ ഊറ്റിക്കുടിക്കും. നിഗേഴ്സ്, വിത്ത് ദെയർ ഹാൻഡ്സ് ഔട്ട് ദേ സ്മെൽ സ്ട്രേഞ്ച്. നിഗേഴ്സ്, കറുത്തവരെ നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് ഞങ്ങളെ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കും. ദേ സ്മെൽ സ്ട്രേഞ്ച്, എന്ത് വിചിത്രമായ മണമാണ് നിങ്ങൾക്ക്. സാവേജ്, വേസ്റ്റ് അല്ലെ, ദുർഗന്ധമാണ് നിങ്ങളത്. തനി വേസ്റ്റിൻ്റെ മണമാണ് നിങ്ങൾക്ക്. മെസ്ഡ് അപ്പ് ദെയർ കൺട്രി ആൻഡ് നൗ ദേ വാണ്ട് ടു മെസ് അവേഴ്സ് അപ്പ്. അവരുടെ രാജ്യം മുഴുവൻ മുടിപ്പിച്ചിട്ട് ഇപ്പം നമ്മുടെ രാജ്യം മുടിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. How do the words, the dirty looks, roll off your backs, maybe because the blow is softer than a limb torn off. ഇങ്ങനെ ഓരോ വാക്കുകളുമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ അഭയാർത്ഥികൾക്ക് നേരെ നിങ്ങൾ ഇതെല്ലാമാണ് വാരി എറിയുന്നത്. How do the words, the dirty looks, ഇങ്ങനെ വളരെ മോശം വാക്കുകൾ. The dirty looks, വളരെ വിചിത്രമായ നോട്ടങ്ങൾ. Roll off your backs, ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ
കളിക്കുന്നു. മേ ബി ബിക്കോസ് ദ ബ്ലോ ഈസ് സോഫ്റ്റർ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പുറത്ത് അടിക്കുന്ന ഓരോ അടിയും ഞങ്ങൾക്ക് എന്താണ് സോഫ്റ്റർ ആയിട്ടാണ് തോന്നുന്നത്. എന്തിനേക്കാൾ ദാൻ എ ലിംബ് ടോൺ ഓഫ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ ഞങ്ങൾക്ക് കൈയും ഉണ്ടാവില്ല കാലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൈ മുറിച്ച് മാറ്റുന്നതിനേക്കാൾ ഞങ്ങൾക്ക് എത്രയോ ആശ്വാസമാണ് നിങ്ങളുടെ അടികൾ. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കേട്ട് സഹിച്ച് അഭയാർത്ഥികളായി ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. Or the words are more tender than 14 men between your legs. ഇനി നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും മോശം പ്രയോഗങ്ങളും ഞങ്ങൾക്ക് നേരെ പുറത്ത് അടികളായിട്ട് തരുന്ന സമയത്ത് ഇതെല്ലാം സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? The words are more tender. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ചെറിയ മുറിവുകളാണ്. കാരണം വലിയ മുറിവ് അതിനേക്കാൾ വലുതായിരിക്കും. Than 14 men between your legs. നിങ്ങളുടെ കാലിനിടയിൽ 14 പേർ ചേർന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നതിനേക്കാൾ, ഒരു കൂട്ട ബലാത്സംഗത്തിന് നേരിടേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ സോഫ്റ്റാണ് നിങ്ങളുടെ വാക്കുകൾ. ഓർ ദ ഇൻസൾട്ട്സ് ആർ ഈസിയർ ടു സ്വാലോ ദാൻ റബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസൾട്ടുകൾ, ഞങ്ങളെ അപമാനിക്കുന്ന നിങ്ങളുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വിഴുങ്ങാൻ സാധിക്കുന്നു. ടു സ്വാലോ ദാൻ റബിൾ. കല്ലുകൾ വിഴുങ്ങുന്നതിനേക്കാളും എളുപ്പമാണല്ലോ അത്. കാരണം വിശന്നിട്ട് കല്ല് വരെ ഭക്ഷിക്കേണ്ടി വരും. ദാൻ ബോൺ. എല്ലുകൾ ഭക്ഷിക്കുന്നതിനേക്കാളും. ദാൻ യുവർ ചൈൽഡ് ബോഡി ഇൻ പീസസ്. നിങ്ങളുടെ കൊച്ചു ശരീരം എല്ലുകൾ നുറുങ്ങുന്ന വേദനയും അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ചെറിയ അടികൾ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വാക്കുകൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നത്. ഇതിലും വലിയ വേദന ഞങ്ങളുടെ നാട് തന്നതുകൊണ്ടാണ്. ഐ വാണ്ട് ടു ഗോ ഹോം. തീർച്ചയായിട്ടും എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. ബട്ട് ഹോം ഈസ് എ മൗത്ത് ഓഫ് എ ഷാർക്ക്. പക്ഷെ എന്തു ചെയ്യാം, എൻ്റെ നാട്, എൻ്റെ വീട് ഒരു സ്രാവിൻ്റെ വായയായിപ്പോയി. ഹോം ഈസ് ദ ബാരൽ ഓഫ് ദ ഗൺ. എൻ്റെ നാട്, എൻ്റെ വീട് ഒരു തോക്കിൻ്റെ കുഴലായി മാറി. ആൻഡ് നോ വൺ വുഡ് ലീവ് ഹോം അൺലെസ് ഹോം ചേസ്ഡ് യു ടു ദ ഷോർ. നിങ്ങളെ കടൽ തീരം വരെ നിങ്ങളുടെ വീട് ഓടിക്കുമ്പോൾ മാത്രമേ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുള്ളൂ. അതായത് വീട്ടിൽ നിൽക്കാൻ കഴിയാത്തപ്പോൾ മാത്രമേ നിങ്ങൾ വീട് വിട്ടിറങ്ങുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾ ആരും സ്വന്തം ഇഷ്ടപ്രകാരം നാട് വിട്ട് വീട് വിട്ട് വന്നവരല്ല. അൺലെസ് ഹോം ടോൾഡ് യു ടു ക്വിക്കൻ യുവർ ലെഗ്സ്. നിങ്ങൾ വേഗം നിങ്ങളുടെ കാലിൻ്റെ വേഗത കൂട്ടിക്കോളൂ എന്ന് വീട് ഞങ്ങളോട് പറയുമ്പോൾ മാത്രമേ നമ്മളാരും വീട് വിട്ട് ഇറങ്ങുള്ളൂ. വീട് തന്നെ നിങ്ങളോട് പറയും ഇവിടെ സേഫ് അല്ല, ഇറങ്ങി ഓടിക്കോളൂ. ടു ക്വിക്കൻ യുവർ ലെഗ്സ്. നിങ്ങളുടെ കാലിൻ്റെ വേഗത വർദ്ധിപ്പിച്ചോളൂ എന്ന് വീട് തന്നെ നിങ്ങളോട് പറയുന്ന സമയം നിങ്ങൾക്കും ഓടേണ്ടി വരും. ലീവ് യുവർ ക്ലോത്ത്സ് ബിഹൈൻഡ്, ക്രോൾ ത്രൂ ദ ഡെസേർട്ട്, വെയ്ഡ് ത്രൂ ദ ഓഷ്യൻസ്. നിങ്ങളുടെ വസ്ത്രമൊക്കെ അവിടെ വെച്ചോളൂ. ലീവ് യുവർ ക്ലോത്ത്സ് ബിഹൈൻഡ്. വീട്ടിൽ നിന്ന് വസ്ത്രം എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി ഓടേണ്ടി വരും. ക്രോൾ ത്രൂ ദ ഡെസേർട്ട്. മരുഭൂമിയിലൂടെ നിങ്ങൾക്ക് ഇഴഞ്ഞു നീങ്ങേണ്ടി വരും. വെയ്ഡ് ത്രൂ ദ ഓഷ്യൻസ്. നിങ്ങൾക്ക് സമുദ്രങ്ങൾ താണ്ടിക്കടക്കേണ്ടി വരും. ഡ്രോൺ. ചിലപ്പോൾ നിങ്ങൾ മുങ്ങിപ്പോകും. സേവ്. ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. ബി ഹങ്കർ. വിശന്നു വലയും. ബെഗ്. നിങ്ങൾ യാചിക്കും. ഫോർഗെറ്റ് പ്രൈഡ്. നിങ്ങൾ അഭിമാനമൊക്കെ ഇല്ലാണ്ടാവും. യുവർ സർവൈവൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിജീവനം. അതിജീവനമാണ് ഏറ്റവും പ്രാധാന്യം. ജീവിക്കുക, ജീവൻ നിലനിർത്തുക. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഞങ്ങൾ സഹിക്കുന്നത്. നോ വൺ ലീവ്സ് ഹോം അണ്ടിൽ ഹോം ഈസ് എ സ്വീറ്റി വോയിസ് ഇൻ യുവർ ഇയർ സേയിങ്. ആരും വീട് വിട്ടിറങ്ങില്ല. വീട് നിങ്ങളോട് അതിഗംഭീരമായി ഇങ്ങനെ പറയുന്നത് വരെ. എങ്ങനെ? വീട് തന്നെ നിങ്ങളോട് പറയും ലീവ്, രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. റൺ അവേ ഫ്രം മീ നൗ. ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് നീ ഓടി രക്ഷപ്പെടുക. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഹാവ് ബിക്കം. ഞാൻ എന്താവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട് എന്നോട് പറയാണ് ഞാൻ എന്താവുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വട്ട് ഐ ഹാവ് ബിക്കം. എൻ്റെ വീട് എന്താകുമെന്ന് എൻ്റെ വീടിനറിയില്ല. ബട്ട് ഐ നോ ദാറ്റ് എനിവെയർ ഈ സേഫർ ദാൻ ഹിയർ. എൻ്റെ വീട് തന്നെ എന്നോട് പറയും പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഇവിടത്തേതിനേക്കാളും ലോകത്തെവിടെയാണെങ്കിലും നീ സേഫാണ്. ബട്ട് ഐ നോ ദാറ്റ് എനിവെയർ ഈ സേഫർ ദാൻ ഹിയർ. ഇതിനേക്കാളും, ഈ വീടിനേക്കാളും സേഫ് നിനക്ക് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളുമാണ് എന്നെൻ്റെ വീട് എന്നോട് പറയുമ്പോൾ മാത്രമേ ഞാനും ഇറങ്ങി ഓടുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് അഭയാർത്ഥികളെ വളരെ പുച്ഛത്തോടെ നോക്കുന്ന കാണുന്ന ആളുകളോട് മുഖത്തേൽക്കുന്ന ഒരു അടിയായിട്ടാണ് ഹോം എന്ന കവിത വാർസൺ ഷായർ എഴുതി അവസാനിപ്പിക്കുന്നത്.
എന്തുകൊണ്ടാണ് യൂറോപ്പിലെ അഭയാർത്ഥി പ്രതിസന്ധി കാലത്തെ മുദ്രാവാക്യമായി ഈ കവിതയിലെ ആദ്യ വരികൾ ഉപയോഗിച്ചത് എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അഭയാർത്ഥികളുടെ കൂടെ നിൽക്കുന്ന അതിമനോഹരമായ, അതിഗംഭീരമായ, അതിശക്തമായ കവിതയാണ് ഹോം. ഈ കവിതയെ വളരെ വിശദമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.